ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എങ്ങനെയിരിക്കുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലേ? ഇന്നും നല്ല മഴയാണ്. ദേ നോക്കി എൻ്റെ കണ്ണ് ശരിക്കും തുറക്കാനൊന്നും വയ്യ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ, തുറന്നേ പറ്റൂ. എന്താ വെച്ചാൽ ഇന്നലെ രാത്രി അമ്മ പറഞ്ഞിട്ടുണ്ട് നാളെ രാമായണം മന്ത് സ്റ്റാർട്ടിംഗ് ആണ്, എന്തായാലും രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് എനിക്കാണ്ട് വയ്യ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് പോകാൻ വേണ്ടി റോഡിൽ കയറി നിന്നിട്ട് ചേച്ചി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് നമ്മൾ എങ്ങോട്ടൊക്കെ പോണേന്ന്. പിന്നെ മഴ കാരണം ആ സൗണ്ട് അത്ര വലിയ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ മൊത്തം ഫുള്ളും എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ കാട്ടിയ ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു വയലാണ്. ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് മൊത്തം വയലും സംഭവമൊക്കെയാണ്. ഒരു നാട്ടിൻപുറമാണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളൊരു ടൗൺ പ്രദേശമല്ല ശരിക്കും. എൻ്റെ നാടും നാട്ടിലെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ് കേട്ടോ. മഴയാണ് ഗൈസ് ഫുള്ള് നമുക്ക് ഇന്നലെയൊക്കെ ഇവർക്ക് സ്കൂൾ അവധിയായിരുന്നു പിള്ളേർക്കൊക്കെ. കാസർഗോഡ്, കണ്ണൂർ ഇന്നും അവധിയാന്ന് തോന്നുന്നു. സ്കൂൾ ബസ്സൊന്നും പോകാൻ കാണുന്നില്ല. എല്ലാവരും മഴയത്ത് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും പിള്ളേരൊക്കെ. അപ്പോൾ റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു. പക്ഷേ ഇത് കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. മഴ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിലൊക്കെ വെയിലൊക്കെ ഒരു ഉണ്ടായാൽ കുഴപ്പമുണ്ടാവില്ല. അപ്പം ഞങ്ങൾ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്, ദേവീ ക്ഷേത്രമാണ്. ഒരു ചെറിയ ക്ഷേത്രമാണ് കേട്ടോ ദേവിയുടെ. മുന്നേ ഇങ്ങനത്തെ ഒന്നും ഡെവലപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇത് പുതിയതായിട്ട് കൊണ്ടുവന്ന ആൽത്തറയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയിലും ചേച്ചീൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയിലൊക്കെ ഈ അമ്പലമാണ് എപ്പോഴും. ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ടേക്കേ വരാറുള്ളൂ. പിന്നെ ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള അയ്യപ്പൻ്റെ ഓഫീസാണ്. അയ്യപ്പൻ്റെ ഒരു മന്ദിരമുണ്ട് അപ്പുറത്ത്, അതിൻ്റെ ഓഫീസാണ്. അപ്പം ഞങ്ങളിങ്ങനെ കൈയും ഒക്കെ കഴുകിയിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ കൈ കഴുകുന്ന കാലൊക്കെ കഴുകുന്നതൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. ഈ താഴെ കാണുന്ന അതൊക്കെ പുതിയതായിട്ട് പുതിയ റെനോവേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മണ്ഡപമൊക്കെ പുതിയതായിട്ട് വന്നതാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ അങ്ങനെയല്ല, നല്ല നല്ല കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അകത്ത് കയറി തൊഴുതു. അപ്പം പുറത്താണ് നാഗദേവ് പറയില്ലേ, അങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ മഴയായതുകൊണ്ട് മറ്റേ വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലോ ഇലകളിലൊക്കെ, അതിങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നാഗത്തിൻ്റെ ആ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടം, നല്ല രസം. എനിക്ക് ആ അമ്പലത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഇത്. എന്തോ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈ പാമ്പൊക്കെ വരുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ പേടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്തൊരു ഫീലിംഗ് ആണ്, നല്ല രസമാണ് അവിടെ. ആ സ്പോട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. കുറച്ച് കാടും പക്ഷികളുടെയും അതൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു രസമാണ്. പിന്നെ എനിക്ക് പറയുന്നത് പാമ്പിനെ ഭയങ്കര പേടിയാണ്. എനിക്ക് എനിക്കെന്തോ പേടിയും ആണ്, എനിക്കതിനെ ഉപദ്രവിക്കാൻ എന്തോന്നും അറിയില്ല. അങ്ങനെ ഒരു എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇത് ഞങ്ങൾ പ്രസാദം പുഷ്പാഞ്ജലിക്ക് കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ അമ്പലം ചുറ്റി വരാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയോട് ചേച്ചി അവിടെ നിൽക്ക്, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തരാന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഇന്റർലോക്കൊക്കെ പുതുതായിട്ട് വന്നു. പക്ഷെ എനിക്ക് ഇന്റർലോക്ക് വന്ന അത്ര വലിയ ഇഷ്ടമായില്ല. എന്താ വെച്ചാൽ അമ്പലത്തിനൊക്കെ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ ആ പണ്ടത്തെ ചാണകം തേച്ച ആ വഴിയൊക്കെ ഇല്ലേ, അതൊക്കെ ആയിരുന്നു പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കപ്പോൾ ഇങ്ങനെ കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദുർഗാദേവിയുടെ അമ്പലമാണ്. അപ്പോൾ നമ്മൾ പറ്റുന്ന സമയത്തെല്ലാം വരലുണ്ട്. ഇപ്പോൾ കുറേ നാളായില്ലേ വന്നിട്ട്. അന്ന് ഇപ്പോൾ കുറേ നാളെ നമ്മളെ ഷോപ്പിലൊക്കെ പോകുന്നുണ്ട്. നവരാത്രി കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി. ഞാൻ വന്നിട്ടില്ല. ഞാൻ വന്നിട്ട് അമ്മ അങ്ങനെ അമ്പലത്തിൽ വരില്ല ഒരാള്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് വരുന്നുണ്ട്. എന്താണോ എന്താ, ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആ നേരെ കാണുന്ന ആ ചെറിയ ബിൽഡിംഗ് ആണ് ഊട്ടൂര എന്ന് പറയുന്നത്. ഇത് വലിയ ഓഡിറ്റോറിയം എന്നല്ല, ജസ്റ്റ് ഈ സംക്രമത്തിൻ്റെ ഇന്ന് സംക്രമമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നത് അതിനകത്ത് വെച്ചിട്ടാണ്. നല്ല രസമുള്ള ഫുഡാണ് കേട്ടോ. അമ്പലത്തിലെ ഫുഡൊക്കെ എന്തൊരു പ്രത്യേകത, കുറച്ചൊക്കെ അറിയുണ്ടാവും പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പൂജേൻ്റെ പുഷ്പാഞ്ജലിയുടെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അവിടെ ഒരു കണ്ണാടിയിൽ നിന്ന് പൊട്ട് വെക്കാൻ കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഞങ്ങള് അവിടെ ഇറങ്ങുകയാണ്. അവിടെയുള്ളത് ദേവി, പിന്നെ ഗണപതി, പിന്നെ നാഗം. ആ അമ്പലത്തിനകത്തുള്ളത്. പിന്നെ അതിന്റെ പുറത്താണ് അയ്യപ്പന്റെ മന്ദിരം ഉള്ളത്. അപ്പൊ ആ നേരെ കാണുന്ന ചെറിയ ബിൽഡിങ്ങില്ലേ, അതാണ് അയ്യപ്പന്റെ മന്ദിരം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാന്ന് വെച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ മഴ വന്നിട്ടാ. മഴ വന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെ മഴയാണ്. ഓടിക്കേറി അതിനകത്തേക്ക്. പിന്നെ അവിടെ അകത്ത് തൊഴുതിട്ട് കുറിയൊക്കെ വെച്ചിട്ട് ഞങ്ങള് പുറത്തിറങ്ങി. നല്ല മഴയാണ്, കണ്ടാ? നല്ല മഴയാണ്, നല്ല മഴ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മഴ പെയ്യുമെന്ന്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കുട വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായത്. പിന്നെ അമ്മ പറഞ്ഞിട്ട് എടുത്തതാണ്. പിന്നെ ആ കുട്ടി നല്ല രസാട്ടാ. ഞങ്ങള് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവനും ഉണ്ട്, ഞാനും വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു. നല്ല രസാ കുഞ്ഞ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും കർക്കിടകം 1 ആയിട്ട് എല്ലാവരും അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.